ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജിസ്റ്റechworld. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സ്റ്റാഗറിങ് ഓഫ് ലാപ്പിംഗ് ഇൻ എ കോളം എന്നുള്ളതാണ്. നമുക്ക് അറിയാം, നമ്മുടെ സൈറ്റിൽ വരുന്ന കമ്പികളൊക്കെ 12 മീറ്റർ ലെങ്ത് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ എത്ര ഡയമീറ്റർ വന്നാലും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ ആയിരിക്കും. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ ഏത് ബിൽഡിംഗ് ആയാലും നമ്മളൊരു കോളം എടുക്കുകയാണെങ്കിൽ കോളത്തിന് മുകളിലേക്ക് പോകുന്നതോറും നമുക്ക് എന്തായാലും ഈ ബാർ 12 തന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല, അത് കട്ട് ചെയ്യേണ്ടി വരും, പലയിടത്തും കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഇത് നമ്മൾ കോളത്തിലാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പല ടൈപ്സ് ഓഫ് ജോയിൻ്റ് ഉണ്ട്. ഒന്ന് ലാപ്പിംഗ് ആണെന്ന് നമുക്കറിയാം, സെക്കൻഡ് വെൽഡിംഗ് ആണെന്നറിയാം, മൂന്നാമത്തേത് കപ്ലിംഗ് വെച്ചിട്ടുള്ളതാണെന്നറിയാം. അപ്പോൾ ഈ ജോയിൻറ്റ് ചെയ്യണ സമയത്ത് ഈ ജോയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാപ്പിംഗ് ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം അടിയിൽ ഒരെണ്ണം മുകളിൽ ഇങ്ങനെയാണല്ലോ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അടിയിലത്തെ ഇത് മുകളിലത്തെ കൂടെ ജോയിൻ ചെയ്യണം. അവിടെ നമ്മൾ ബൈൻഡിങ് ബാർ വെച്ചിട്ട് ജോയിൻ ചെയ്യും, ലാപ്പ് ലെങ്ത് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന പോലെയാണെങ്കിൽ ഈ കാണുന്ന പോലെ ലാപ്പ് ലെങ്ത് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യണ സ്ഥലം അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഈ ഒരു കോളത്തിലാണെങ്കിൽ അവിടെ 2 സോൺസ് വരും, സോൺ എ, സോൺ ബി എന്ന് പറയും. അപ്പോൾ ടോട്ടൽ കോളത്തിൻ്റെ നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കോളത്തിൻ്റെ നടുഭാഗത്ത് എന്തായാലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. കോളത്തിൻ്റെ മുകളിലത്തെ അറ്റവും അടിയിലത്തെ അറ്റവും ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. 0 അറ്റ് മിഡിൽ, മാക്സിമം മൊമെൻറ്റ് മുകളിലും താഴെ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ വരികയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്ലാബ് മുകളിൽ, ഇത് സ്ലാബ് അടിയിൽ, ഇത് കോളം സോൺ എ, സോൺ ബി, സോൺ എ. അതായത് സോൺ മുകളിലും താഴെയും സോൺ എ ആയിരിക്കും, നടുക്കുള്ള ഭാഗം സോൺ ബി ആയിരിക്കും. അത് L/4 ആയിരിക്കും. L/4ലാണ് സോൺ എ വന്നെ, മുകളിലത്തെ അടിയിലത്തെ L/4 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ L/2 എന്നുള്ള സ്ഥലത്തായിരിക്കും വരിക സോൺ ബി വരിക. അപ്പോൾ ഈ സോൺ ബിയിൽ ബെൻഡിങ് മൊമെൻറ്റ് കുറവാണ്, അല്ലെങ്കിൽ നടുക്ക് 0 ആയ കാരണം ആ ഭാഗത്തായിരിക്കണം കോളത്തിലെപ്പോഴും നമ്മൾ ലാപ്പ് കൊടുക്കാൻ പോവുക. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ലാപ്പ് കൊടുക്കുമ്പോൾ, ലാപ്പ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആണല്ലോ, 2 കമ്പി തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലം. ഈ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കുള്ള ഈ ലോഡ് കൂടുതൽ, സ്ട്രെസ്സ് കൂടുതൽ തന്നെ ജോയിൻറ്റിലായിരിക്കും എപ്പോഴും. എവിടെ ജോയിൻറ്റ് വന്നോ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജോയിൻ്റ് എല്ലാം കൂടെ ഒരേ ലൈനിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒറ്റ ലൈനിൽ, അതായത് ഇപ്പോൾ ഈ കോളാണ് ഇവിടെ നമ്മൾ ഒരു ചുമ്മാ ഏതൊരു സ്ഥലത്ത് നടുക്ക് എവിടെയെങ്കിലും ഒരു ജോയിൻറ്റ് കൊടുക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ ആ എല്ലാ സ്ഥലത്തും കൂടെ കൂടി ആ ഒറ്റ ലൈനിൽ എല്ലാ സ്ഥലത്തും സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാഗർ ചെയ്യണത്. അതായത് ഈ ജോയിൻറ്റുകൾ ഒന്ന് മുകളിൽ ഒന്ന് താഴെ, ഒന്ന് മുകളിൽ ഒന്ന് താഴെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് സ്റ്റാഗറിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വേറെ കാര്യം പറയട്ടെ. ഈ സ്പ്ലൈസിങ് എന്ന് നമ്മൾ IS കോഡിൽ പറയണത് ലാപ്പിങ്ങിനെയാണ്. ലാപ്പിങ്ങിൻ്റെ വേറെ വാക്കാണ് സ്പ്ലൈസിങ്, ഇത് സ്റ്റാഗറിങ്. ഓക്കെ. ഇപ്പോൾ സ്റ്റാഗറിങ് ചെയ്യണത് ഇതാണ് ഈ കാണുന്നത്. ഇത് നോക്കി, ഇതിപ്പോൾ സോൺ ബി ആണെങ്കിൽ ഇവിടെ മുകളിലൊരെണ്ണം കൊടുത്തു, ഒരു ലാപ്പ് കൊടുത്തു, പിന്നെ കുറച്ച് അടി കൊടുത്തു, പിന്നെ മുകളിൽ കൊടുത്തു, പിന്നെ അടി കൊടുത്തു. ഇതാണ് സ്റ്റാഗറിങ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു, സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടി, സ്ട്രെസ് ഡിവൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളിൽ താഴെ കൊടുക്കുന്നത്. അതായത് ഒറ്റയടിക്ക് ലോഡ് കൂടി ഒരു സ്ഥലത്ത് വേഗം പൊട്ടരുത്. അപ്പോൾ പല സ്ഥലത്ത് ഡിവൈഡ് കൊടുക്കുമ്പോൾ അത്ര വേഗം പൊട്ടൽ വരില്ല. ഇതാണ് ഉദ്ദേശം. അത് സോൺ ബിയിൽ വന്ന ലാപ്പിംഗ് ആണെങ്കിൽ. പിന്നെ IS കോഡ് 456 പറയണ പ്രകാരമാണെങ്കിൽ ഈ 2 ലാപ്പ് തമ്മിൽ ഇത് നോക്ക്, ഈ കാണുക, ഈ ലാപ്പ് ഒരെണ്ണം കഴിഞ്ഞു, അടുത്ത ലാപ്പ് തുടങ്ങുകയാണ്. ഈ ലാപ്പ് കഴിഞ്ഞ് അടുത്ത ലാപ്പ് തുടങ്ങണ ആ ദൂരം മിനിമം നമ്മൾ 300 mm കൊടുക്കണം എന്നുള്ളതാണ്. അതായത് 2 ജോയിൻറ്റ് വരുന്ന സ്ഥലമല്ല, ഇത് ക്ലിയർ ഡിസ്റ്റൻസ് വേണം. ഈ ഒരു ജോയിൻറ്റ്, ഈ ഒരു 2 കൂടി നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് അടുത്ത കൂടുന്ന വരെയുള്ള സ്ഥലമായി പറഞ്ഞിട്ട്, ഇതിൻ്റെ നടക്കുന്നുള്ള പറഞ്ഞത്, ഇത് 2 ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ആ ക്ലിയർ ഡിസ്റ്റൻസ് 300 mm ആയിരിക്കണം, അല്ലെങ്കിൽ 30 cm ആയിരിക്കണം. അത് കൊടുക്കുക. ഈ സ്റ്റാഗർ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ IS കോഡ് പറയുന്ന വേറെ കാര്യമുണ്ട്. ഈ സെൻറ്റർ ഓഫ് ദ ലാപ്പ്, ഈ ലാപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ലാപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം, ഈ ലാപ്പ് ലെങ്ത് ഉണ്ടല്ലോ അതിൻ്റെ 1.3 ടൈംസ് എങ്കിലും മിനിമം വേണം. അതിൽ കുറയാൻ പാടില്ല, മിനിമം വേണം. അതിൽ കുറച്ച് കൂടുതലും കുഴപ്പമില്ല. അതായത് ഈ ലാപ്പ് ലെങ്ത്തിൻ്റെ ആ ലെങ്ത്തിൻ്റെ 1.3 എത്രയാണോ അത് വേണം ഇതിന് സെൻറ്ററിൽ നിന്ന് അടുത്ത ലാപ്പിൻ്റെ സെൻറ്റർ വരെ. ഓക്കെ. ഈ 2 കാര്യങ്ങൾ സ്റ്റാഗറിങ് വരുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ലാപ്പിംഗ് വരുന്ന സ്ഥലത്ത് ഈ ലാപ്പിംഗ് എന്ത് വന്നാലും നമുക്ക് ഈ സാധനമൊക്കെ ശ്രദ്ധിക്കണം. ഈ 300 cm എന്നുള്ള ഡിസ്റ്റൻസ് കൊടുത്തേ പറ്റും. അപ്പോൾ ഈ സ്റ്റാഗറിങ് എന്തായാലും വന്നം. അപ്പോൾ അത് വെൽഡ് ചെയ്യാനും വന്നം, മറ്റേ നമ്മളിപ്പോൾ കപ്പിളിട്ടാലും വന്നം, ലാപ്പ് ചെയ്ത് എന്തായാലും വന്നം. ഇപ്പോൾ ഈ 3 ഇത് ബാധകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലാപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഫോഴ്സ്, മെക്കാനിസം, ലോഡ് ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു കമ്പി വന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ മുകളിൽ നിന്ന് തന്നെ ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി നേരെ അടിയിലേക്ക് കൊടുക്കുകയല്ല ലോഡ് കൊടുക്കണത്. നമ്മളിപ്പോൾ ജോഗുകളൊക്കെ ചെയ്യും,
ജോഗിൾ ചെയ്യണത് കണ്ടറിയാലോ, ഇങ്ങനെ ജോഗിൾ ചെയ്ത് 1:6 റേഷ്യോയിൽ ജോഗിൾ ചെയ്തിട്ട് വേണം കൊടുക്കാനെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ ലോഡ് അടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ജോഗിൾ ചെയ്യണം, 1:6 കൊടുത്തിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ ലോഡിങ് ഇപ്പം നേരെ മുകളിൽ താഴത്തേക്കല്ല പോണേ. അതെങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ മുകളിലത്തെ തന്നെ ലോഡ്, അത് നമ്മുടെ സ്ലാബിൻ്റെയും പിന്നെ ബീമിൻ്റെയൊക്കെ ലോഡ് ഈ കമ്പിക്കട വരുമ്പോൾ കോളത്തിൻ്റെ കമ്പിക്കട വന്നിട്ട് നേരെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് കോൺക്രീറ്റിൽ നിന്നാണ് അടിയിലത്തെ കമ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ലോഡ് മെക്കാനിക്സ്. അല്ലാതെ നമ്മൾ വിചാരിക്കണമെങ്കിൽ മുകളിലത്തെ കമ്പിയിൽ നിന്ന് അടിയിലേക്ക് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ലാപ്പ് വന്ന സമയത്ത് ലാപ്പിംഗ് ആകുമ്പോൾ ലോഡ് ട്രാൻസ്ഫർ മെക്കാനിക്സ് ഞാൻ പറഞ്ഞത്, ലാപ്പിംഗ് ലോഡ് ട്രാൻസ്ഫർ മെക്കാനിക്സിൽ എപ്പോഴും മുകളിലത്തെ കമ്പിയിൽ നിന്ന് കോളത്തിലേക്ക് കോൺക്രീറ്റിലേക്ക് പോയിട്ട് ആ കോൺക്രീറ്റിൽ നിന്ന് പിന്നെ ലോവർ ബാറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കോളത്തിൻ്റെ കോൺക്രീറ്റിലേക്ക് പോയിട്ട്. ഓക്കെ, ചുമ്മാ ഇവിടെ നിന്ന് വന്നിട്ട് നേരെ അടിയിലേക്കല്ല പോകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. കോൺക്രീറ്റിൽ പോയിട്ട് കോൺക്രീറ്റിൽ നിന്നാണ് പോകുന്നത്, അങ്ങനെ വരുള്ളൂ സംഭവം ലാപ്പാകുമ്പോൾ. പക്ഷേ അത് നമ്മൾ കപ്പർ ഇടുകയാണെങ്കിൽ നേരെ ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ നേരെ അടിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആവും ഡയറക്റ്റായിട്ട്. അവിടെ പിന്നെ വേറെ ലോഡ് ട്രാൻസ്ഫർ സിസ്റ്റം ഒന്നും മെക്കാനിക്സ് ഒന്നും ഇല്ല. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ IS കോഡ് തന്നെ പറയേണ്ടത് 36 mm മുകളിൽ ഡയ പോവുകയാണെങ്കിൽ കൊടുക്കാനുള്ളത് വെൽഡിംഗ് ആണ് ചെയ്യുക, ഈ ലാപ്പിംഗ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്പൈറൽ ബൈൻഡിങ് ചെയ്യണമെന്നൊക്കെ പറയേണ്ടത്. പക്ഷേ ഗോ ഫോർ വെൽഡിംഗ് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷേ വെൽഡിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ടെൻസൈൽ സ്ട്രെങ്ത്ത് ആ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാണ്ടായി പോകും. അത് വെൽഡ് ചെയ്യല്ലേ, കമ്പിയുടെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി പോകും. സോ വെൽഡിങ് ഒരിക്കലും പ്രിഫറബിൾ അല്ല. പിന്നെ അവർ പറയുന്നത് ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, പ്രോപ്പർട്ടി പോകില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എക്കണോമി ആയ വേറൊരു സംഭവമുണ്ട്, നമ്മൾ ആ പറഞ്ഞ കപ്ലിംഗ് തന്നെയാണ്. ഈ കപ്ലർ ശരിക്കും പറഞ്ഞാൽ ഒരു 50 mm ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ലോ ട്രാൻസ്ഫർ കറക്റ്റായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് തന്നെ ട്രാൻസ് ചെയ്ത് കൊടുത്തോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മളിപ്പോൾ സ്റ്റാഗറിങ്ങിനെ പറ്റി പറഞ്ഞ IS കോഡ് പറഞ്ഞ എന്താണ്, ഈ സോൺ ബിയിൽ തന്നെ സ്റ്റാഗർ ചെയ്യണമെന്ന് പറഞ്ഞു. സോൺ എയിലേക്ക് വരാൻ പാടില്ല, കാരണം അവിടെ എന്താ ഇത് കൂടുതലാണ്, സ്ട്രെസ് കൂടുതലായ കാരണം ബെൻഡിങ് മൊമെൻ്റ് കൂടുതലായ കാരണം അങ്ങോട്ട് പോകാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ കപ്ലർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സോൺ എയിലും കടക്കാം എന്നാണ് IS കോഡ് പറയുന്നത്. സോൺ എയുടെ ഉള്ളിൽ മുകളിൽ സോൺ എ പോകാം, അടിയിൽ സോൺ എയിൽ പോകാം, കുഴപ്പമില്ല. നമ്മൾ കപ്ലർ കൊടുക്കുകയാണെങ്കിൽ മാത്രം. ഈ കപ്ലറിൻ്റെ മെറ്റീരിയൽ തന്നെ EN8D എന്നുള്ള വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള സ്റ്റീൽ മെറ്റീരിയലാണ്. അത് കമ്പയർ ടു TMTയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹൈ എൻഡിലാണ്. ഓക്കെ, സോ ഈ ഒരു സാധനം IS കോഡ് 456 പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോൺ എയിൽ കൊടുക്കാം, മുകളിലും താഴെയൊക്കെ സോൺ എ വരുന്ന അടുത്തൊക്കെ നമുക്ക് കപ്ലർ വെച്ച് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് കമ്പി അധികം മുറിക്കാൻ നിൽക്കേണ്ട ഇവിടെ. പിന്നെ ലാപ്പ് ലെങ്ത്ത് ഇല്ല, അത് 2 ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അത്രയും ലെങ്ത്ത് ഓഫ് സ്റ്റീൽ ബാർ കുറയും. ആ ലെങ്ത്ത് ഓഫ് സ്റ്റീൽ ബാർ മാത്രമല്ല കുറയണത്. ഇപ്പോൾ അടിയിൽ നിന്ന് ഇപ്പോൾ 3-4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വയ്ക്കുക, അടിയിൽ നിന്ന് ഒരു കമ്പി കയറി വരുന്നുണ്ട്, അതിപ്പോൾ ഒരു 16 mm ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ മുകളിലത്തേക്ക് പോണ കോളത്തിൻ്റെ കമ്പി ഒരു 12 mm ആണെന്ന് വയ്ക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഒരു ഡിഫറൻസ് 4 mm വ്യത്യാസം ഡയൽ തന്നെ. അടിയിൽ 16, മുകളിലേക്ക് 12 കയറി പോകണം. അപ്പോൾ അടിയിൽ നിന്ന് വരുന്ന ആ സംഭവം എവിടെ തീരുന്നു അവിടെ നിന്ന് തന്നെ മറ്റേ 12ൻ്റെ കമ്പി തുടങ്ങാം. അതായത് നമ്മളവിടെ സോൺ ബി എന്നുള്ള സ്ഥലത്തെ പറ്റി നോക്കി ആലോചിക്കണ്ട. അല്ലാതെ എന്താ ചെയ്യേണ്ടത്, സോൺ ബി വരെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ ലാപ്പ് കൊടുക്കാൻ, ലാപ്പാണെങ്കിൽ. ഇതിപ്പോൾ സോൺ ബി വിഷയമല്ലാത്ത കാരണം സോൺ എയിൽ തന്നെ നമുക്ക് ഈ കപ്ലർ ഇട്ട് കൊടുക്കാവുന്ന കാരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട കമ്പി വരെ നമുക്ക് ലാഭമാണ്. ആ കൊണ്ടുപോകേണ്ട കമ്പി എന്നുള്ള പ്രത്യേകം ഓർക്കുക, ഈ രണ്ടും ലാപ്പ് ചെയ്യുന്ന സ്ഥലം മാത്രമല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കോളത്തിൽ ഒരു കമ്പിയുടെ കാര്യം പറയണേ. അപ്പോൾ ഒരു കോളത്തിൽ തന്നെ ചിലപ്പോൾ 15 അല്ലെങ്കിൽ 25 കമ്പിയൊക്കെ വരാം. അപ്പോൾ ആ ഒരു കോളത്തിൽ തന്നെ ഇപ്പോൾ ഒരു കമ്പി കുറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കൊരു 2 കിലോ വന്നെങ്കിൽ ആ ഒരു കോളത്തിൽ തന്നെ 2 ഇൻറ്റു ഇപ്പോൾ 20 എന്ന് പറയുകയാണെങ്കിൽ എത്ര കിലോ ആയി? അത്രയും കിലോ ഓഫ് കമ്പി നമുക്ക് ലാഭമാണ് കപ്ലർ ഇടുമ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനിയൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ വെൽഡിങ്ങിന് പോവില്ല, ലാപ്പിങ്ങിന് പോവില്ല, എല്ലാം കപ്ലർ ഉപയോഗിക്കണം. കപ്ലറിൻ്റെ കാശ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വെച്ച് നോക്കണം. നമ്മൾ ചുമ്മാ കപ്ലർ മാത്രം കുറച്ച് കാശ് തന്നിട്ട് കാര്യമില്ല. ഈ തരത്തിൽ എക്കണോമി നോക്കുമ്പോൾ എനിവേ ഇത് ഭയങ്കര എക്കണോമിക്കലാണ്. പിന്നെ ബ്രേക്ക് ചാൻസ് കുറവാണ്. ഇപ്പോൾ ഒരു എർത്ത് ക്വേക്കൊക്കെ വന്ന സമയത്ത്, കാരണം ഇത് പല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ കണ്ടുപിടിച്ചത്. IS കോഡിലെ എല്ലാ കാര്യങ്ങളും ലോഡ് എല്ലാ ഈവൻ എർത്ത് സീസ്മിക് ഫോഴ്സ് വരുമ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോന്ന് ലാപ്പ് ലെങ്ത്ത് വരെ എങ്ങനെ വന്നെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് കപ്ലർ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എക്കണോമിയും എപ്പോഴും ഈ കപ്ലറിന് പോകണം തന്നെയാണ് എപ്പോഴും എക്കണോമി. പണി എളുപ്പമാണ്, ലേബറും കുറവായിരിക്കും, നമുക്കിത് ബൈൻഡിങ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, നേരെ കൊണ്ട് വച്ചാൽ മതിയല്ലോ. അപ്പോൾ കപ്ലർ മാത്രം യൂസ് ചെയ്യുക എന്നുള്ള ലെവലിലേക്കാണ് ഇപ്പോൾ പുതിയ പ്രോഡക്ട്സ്, വലിയ വലിയ പ്രോഡക്ട്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റാഗറിങ് കൊണ്ടുള്ള ഗുണങ്ങളും അതുകൊണ്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷനും മനസ്സിലാക്കുന്നതായിരിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ സബ്ജക്റ്റായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.